അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെതിരെ വിജിലൻസ് അന്വേഷണം. സർക്കാർ അനുമതിയില്ലാതെ ഭൂമി വാങ്ങിയതിനാലാണ് അന്വേഷണം. മഹാരാഷ്ട്രയിലാണ് 50 ഏക്കർ ഭൂമി ടോം ജോസ് വാങ്ങിയിരുന്നത്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2010-ലാണ് മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ ടോം ജോസ് ഭൂമി വാങ്ങിയത്. ജീവൻ ചേർന്നു. ജീവൻ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. തന്യ 2010 പൊതുമരാമത്ത് വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിലാണ് ടോം ജോസ് സർക്കാർ അനുമതി ഇല്ലാതെ മഹാരാഷ്ട്രയിൽ 50 ഏക്കർ എസ്റ്റേറ്റ് വാങ്ങിയതായി ആരോപണം ഉയർന്നത്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ ജില്ലയിലായിരുന്നു 50 ഏക്കർ എസ്റ്റേറ്റ് വാങ്ങിയത്. എന്നാൽ 2013 തന്നെ ഒരു മാധ്യമ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് 2013 UDF സർക്കാർ ഇതിനെപ്പറ്റി ഒരു വകുപ്പ് തല അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണത്തിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയതായിട്ടാണ് അന്ന് വാർത്തകൾ പുറത്തു വന്നത്. ഇത് എസ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി SBTയുടെ നിറമൻകര ബ്രാഞ്ചിൽ നിന്നും 2 കോടി രൂപയോളം വായ്പ എടുത്താണ് ടോം ജോസ് സിന്ധുദുർഗ ജില്ലയിൽ എസ്റ്റേറ്റ് വാങ്ങിയത്. ഈ എസ്റ്റേറ്റ് വിറ്റു എന്ന് പ്രമാണത്തിൽ കാണിച്ചിരുന്ന ഒരു വ്യക്തിയെ പിന്നീട് മറ്റൊരു മാധ്യമം പോയി ഇന്റർവ്യൂ ചെയ്തിരുന്നു. അദ്ദേഹം ചാണകം പൂശിയ ഒരു വീട്ടിലാണ് താമസം. അദ്ദേഹത്തിന് 10 സെന്റ് പോലും ഭൂമി സ്വന്തമായി ഇല്ല എന്നായിരുന്നു ആ വാർത്ത. തുടർന്ന് ഈ വാർത്തകളാകെ ശ്രദ്ധയിൽപ്പെട്ട വാർത്തകളാകെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിവരാവകാശ പ്രവർത്തകനായ പായിക്കർ നവാസ് എന്ന ആൾ ഇത് സംബന്ധിച്ചൊരു പരാതി കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയിരുന്നു. ആ പരാതി ഇപ്പോൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ തൊഴിൽ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ടോം ജോസിനെതിരെ അന്വേഷണം നടത്തുന്നതിനായി ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ തീരുമാനിച്ച് ഉത്തരവിട്ടത്. വിജിലൻസിന്റെ എറണാകുളം സ്പെഷ്യൽ സെൽ SP ായിരിക്കും ഇതിന്റെ അന്വേഷണ ചുമതല. ഇത് സംബന്ധിച്ചുള്ള വാങ്ങുന്നതിന് വേണ്ടി ചില വ്യാജരേഖകൾ നിർമ്മിച്ചതായിട്ടാണ് ഈ പരാതിയിൽ പറയുന്നത്. അതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അന്വേഷണത്തിന്റെ പരിധിയിൽ വരിക. ഇത് സംബന്ധിച്ച് വകുപ്പുതല ഒരു അന്വേഷണം നടത്തി ടോം ജോസ് കുറ്റക്കാരനല്ല എന്ന തരത്തിലായിരുന്നു UDF സർക്കാരിന്റെ കാലത്ത് തീരുമാനം വന്നത്. തുടർന്ന് ഇവയാകെ പരിശോധിക്കുന്നതിനാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ തീരുമാനിച്ചിരിക്കുന്നതും. നിലവിൽ IAS അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. സംസ്ഥാനത്തെ ഈ IASകാർക്കിടയിൽ വളരെ ഔന്നിത്യമുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തി കൂടിയാണ് ടോം ജോസ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണം വരുന്നു എന്നത് വളരെ ഗൗരവകരമായ ഒരു കാര്യം കൂടിയാണ്. പരാതിയിൽ വളരെ കൃത്യവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ഇപ്പോൾ വിജിലൻസിന്റെ സ്പെഷ്യൽ സെൽ SPക്ക് ഈ പരാതി കൈമാറിയിരിക്കുന്നതും തന്നെയാണ്. ജീവനാണ് വിശദാംശങ്ങൾ നൽകിയത്.